വീടുണ്ട്. ചോദിച്ചാ തരും ഫാത്തിമ, ഞാൻ എന്ത് ചോദിച്ചാലും തരും ഫാത്തിമ. പക്ഷേ ഉപ്പ ഇന്ന് വരെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല. ഉപ്പ ഇന്ന് വരെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല. ഫാത്തിമ ആ സഹാബിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ എനിക്ക് നാണവാ ഫാത്തിമ, എനിക്ക് ലജ്ജയാ ഫാത്തിമ. നിനക്ക് വേണ്ടി ആ സഹാബിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ എനിക്ക് മടിയാണ് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി അങ്ങ് കരയാൻ തുടങ്ങി. ഫാത്തിമ പറഞ്ഞു, വേണ്ട ഉപ്പ, എന്റെ ഉപ്പ ഒരാളുടെ മുന്നിലും പോയി ചോദിക്കണ്ട. എനിക്ക് വീട് വേണ്ട വാപ്പാ, എനിക്ക് വീട് വേണ്ട വാപ്പാ, ഞാൻ അവിടെ തന്നെ കടന്നുകൊള്ളാ. എന്റെ ഉപ്പ കരയരുത്. പൊന്നാര മകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ വീടിന്റെ അകത്ത് ഈ സംസാരം നടക്കുന്നത് ഒരു സഹാബി കേൾക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ കേൾക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഓടുകയോ അവിടെ ചെന്നിട്ട് ഹാരിസയോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അള്ളാഹുവേ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വീടിന്റെ ചാവിയും കൊണ്ട് ഓടുന്നു നബിയേ. ഏത് വേണം നബിയേ? എന്നോട് ചോദിക്കാൻ എന്തിനാ മടിക്കുന്നത്? കൽപ്പിച്ചാ പോരെ നബിയേ, ഈ ഞാൻ കൊടുക്കില്ലേ നബിയേ? ഏത് വേണമെങ്കിലും എടുത്തോ നബിയേ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ഉറപ്പേ വീടിന്റെ ചാവി കൊണ്ട് കൊടുക്കുമ്പോ റസൂലുള്ള ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ടിറങ്ങി പോയതാണല്ലോ. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഫാത്തിമയുടെ പുറകെ ഓടിച്ചെന്ന്, മോളെ ഫാത്തിമ, ഇതാ പൊന്നുമോളെ വീടിന്റെ ചാവി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വീടിന്റെ ചാവി കൊണ്ട് കൊടുക്കുമ്പോ അല്ലാഹുവേ, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ അവസാനം അലിയാരി തങ്ങളും ഫാത്തിമ ബീവിയും ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ എല്ലാവരും കൂടെ താമസം മാറുകയാണ്. ആ വീടിന്റെ അകത്ത് ഒരു വസ്തുവുമില്ല, ആ വീടിന്റെ അകത്ത് ഒരു വസ്തുവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനെ ഒരു കട്ടില് വാങ്ങിക്കൊടുത്തു, കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കൊടുത്തു, അല്ലാഹുവേ ഒരു ആസുകല്ല് വാങ്ങിക്കൊടുത്തു. അങ്ങനെ കയ്യിലെണ്ണാവുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ പടച്ചവനെ ആദ്യമായിട്ട് ഫാത്തിമ ബീവിയും വലിയാരുതങ്ങളും സ്വന്തമായിട്ടൊരു വീട് കിട്ടി. രണ്ടുപേരും താമസം തുടങ്ങുകയാണ്. അല്ലാഹുവേ, എന്ത് സന്തോഷമുള്ള ജീവിതം അറിയോ? ഒരു പരാതിയും പറയില്ല. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഫാത്തിമ പറയാറില്ല. എല്ലാ ത്യാഗങ്ങളും സഹിക്കുകയാണ്. പടച്ചറപ്പേ, അവരടിയില്ല, വഴക്കില്ല, ബഹളമില്ല, കുറ്റപ്പെടുത്തലില്ല, പരിഹാസമില്ല, ഒന്നുമില്ലാതെ അവർ സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന് രോഗിയായത്. അല്ലാഹുവിന്റെ റസൂല് രോഗിയായി, പ്രവാചകന് പനി വല്ലാതെ കൂടി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് ചോദിച്ചു, അലിയേ, എന്റെ വാപ്പ മാത്രമേ എനിക്കുള്ളൂ, എന്റെ ഉമ്മയും ഉപ്പയും റസൂലുള്ള തന്നെയാണ്, സർവ്വതും എന്റെ വാപ്പയാണ്. എന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ, അതുകൊണ്ട് എന്റെ ഉപ്പാനെ ചെന്നെനിക്കൊന്ന് ഖിദ്മത്ത് ചെയ്യണം. ഭർത്താവിനോട് ചോദിച്ചിട്ട് ഭാര്യ പോവുകയാ. പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങളങ്ങാട്